അപ്പോൾ അതിലൊരു കുട്ടി, കരമനയിലുള്ള കുട്ടി, ആ പടം എന്നെ എടുത്ത് കാണിച്ചു. ഭയാനകമായൊരു അപകടമാണ്. അപ്പോൾ അത് യൂണിയനുകൾ നേരത്തെ ടേക്കപ്പ് ചെയ്യുക, മിനിസ്ട്രി എന്തുകൊണ്ടാണ് പിണറായി ഗവൺമെൻറ് അത് ചെയ്യാതെന്ന് എനിക്ക് അതിശയം. അവർ പറഞ്ഞൊരു വിഷയം അവരെ കേൾക്കുന്നില്ല ആരും, കാരണം അവർ എവിടെയില്ല. മുഖ്യമന്ത്രി തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. കാരണം രാഹുൽ ഗാന്ധിയാണല്ലോ ഇത് ഡിക്ലെയർ ചെയ്തത്. അദ്ദേഹത്തോട് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു വിഷയമല്ലേ. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം വളരെ വർദ്ധിക്കുന്നുണ്ട്. ACCയുടെ തീരുമാനമാണത്. പൊതുഗതാഗതം വളരെ പ്രയാസത്തിലായിരുന്നു. അതിന് ശമ്പളം കിട്ടാറില്ല, പെൻഷൻ കിട്ടാറില്ല. ഒരിക്കലൊരു വാർത്ത വന്നത് KSRTC ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയെന്നൊരു വാർത്തയായി. ഒരു സാധാരണക്കാരായ മലയാളിക്ക് തോന്നുന്നത് ഈ KSRTCയുടെ സൗജന്യ യാത്ര എങ്ങനെയാണ്, ഏത് ബസ്സിലാണ്, 1000 സംശയങ്ങളും ചോദ്യങ്ങളുമാണ് ഇതിനോടകം തന്നെ ചർച്ച ചെയ്യുന്നത്. അത് ഈ സൗജന്യം എന്ന് പറയുന്നത് അതൊരു ഔദാര്യമല്ല. അത് നമ്മൾ കൊടുക്കുന്ന ഒരു വലിയ കാണിക്കുന്ന ഒരു ഗസ്റ്ററാണ്. കാരണം എന്തായാലും അതിനെ ലാഭത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഇത് നമുക്ക് ഗവൺമെൻറ്റിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, ഫുൾ ടൈം ഇരിക്കുമ്പോൾ KSRTC ലാഭകരമാക്കണം. KSRTCയുടെ ഒരു ഡിവിഡൻഡ് കൊടുത്തിട്ട് പോകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. ജനങ്ങളേറെ പ്രതീക്ഷയോടും ആവേശത്തോടും കൂടിയാണ് 10 വർഷം പ്രതിപക്ഷത്തിരുന്ന UDFന് അധികാരം തിരിച്ചു നൽകിയിരിക്കുന്നത്. ആദ്യ ക്യാബിനറ്റ്, ആദ്യ തീരുമാനം, ആദ്യ പ്രഖ്യാപനം, മാനിഫെസ്റ്റോയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ പോലും അതുതന്നെയായിരുന്നു. സ്ത്രീകളുടെ KSRTCയിലെ സൗജന്യ യാത്ര. എല്ലാവരും ചർച്ച ചെയ്യുന്നതും ഇന്ന് അതുതന്നെയാണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ഗതാഗത മന്ത്രി ശ്രീ CP ജോൺ. സ്വാഗതം. നമസ്കാരം. മിനിസ്റ്ററെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് വ്യക്തിപരമായി ഞാൻ അങ്ങേ അഭിമുഖീകരിക്കുന്നത്. അതെ 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 അതെ. എന്തായാലും ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് അങ്ങേക്ക് കിട്ടിയിരിക്കുന്നത്, ഗതാഗതം. എല്ലാ മിനിസ്ട്രിയിലും ഏറ്റവും സുപ്രധാനവും ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. എല്ലാ വകുപ്പുകളും ശ്രദ്ധിക്കണം, പക്ഷേ ഗതാഗത വകുപ്പിൽ എല്ലാ കാര്യം, കാരണം സാധാരണക്കാരനെ ഏറ്റവും മുതൽ ബാധിക്കുന്ന ആരോഗ്യവകുപ്പ് പോലെ തന്നെ ഗതാഗത വകുപ്പാണ്. ഈ മാനിഫെസ്റ്റോയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ അത് ആദ്യ ക്യാബിനറ്റിൽ തന്നെ നടപ്പാക്കുന്നു, ആദ്യ തീരുമാനമായി പ്രഖ്യാപിക്കുന്നത് പോലും അത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, കേരളം മുഴുവനും ചർച്ച ചെയ്യുന്നത് ഇതെങ്ങനെ നടപ്പാക്കുമെന്നുള്ളതാണ്. വാസ്തവത്തിൽ ഈ വകുപ്പ് ശാന്തമായി നടക്കേണ്ട ഒരു വകുപ്പാണ്. പക്ഷേ KSRTC എന്നുള്ള സ്ഥാപനം പലപ്പോഴും അതിൻ്റെ പ്രതിസന്ധികളിൽ കൂടെയൊക്കെ കടന്നു പോകുന്നത് കൊണ്ട് ഈ വകുപ്പിനെ പൊതുവിൽ ആളുകൾ KSRTCയുടെ വകുപ്പ്, ട്രാൻസ്പോർട്ട് മന്ത്രി എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ബസ് മന്ത്രി എന്നുള്ളതാണ് അതിൻ്റെ ഒരു നാടൻ മനസ്സിലാക്കൽ. അപ്പോൾ അതിലാണെങ്കിൽ ഇപ്പോൾ ശമ്പളവും പെൻഷനും കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥാപനം എങ്ങനെയാണ് സൗജന്യം കൊടുക്കുക എന്നുള്ളതാണ് യുക്തിസഹമായ ചോദ്യം. അപ്പോൾ എന്തായാലും ആദ്യമേ പറയാം, ഈ 1-ാം തീയതി ശമ്പളം കിട്ടും, അത് സംശയമില്ല. അതേപോലെ തന്നെ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെറിയൊരു കോംപ്ലിക്കേഷൻ വന്നിരുന്നു ഈ മാസത്തിൽ. അതായത് നമുക്ക് തന്നുകൊണ്ടിരുന്ന സഹകരണ സംഘങ്ങൾ പലതും അകാരണമായിട്ട് ആ കരാറിൽ നിന്നും പിന്മാറാതെ തന്നെ അത് ഹോൾഡ് ചെയ്തു. അത് അസുഖകരമായൊരു കാര്യമാണ്. അതിൽ ചിലർ അവരുടെ രാഷ്ട്രീയം അതിൽ കലർത്തിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ അവരങ്ങനെ കലർത്തരുത് എന്ന് ഞാനിപ്പോൾ നിങ്ങളെ അമൃതയിൽ കൂടിയും അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ കലർത്തുന്നത് ഗവൺമെൻറ്റിനുമായിട്ടുള്ള കരാർ ലംഘനമായിട്ട് തന്നെ കാണുകയും ചെയ്യും. അഭ്യർത്ഥന ഒരു ഭാഗത്തുണ്ടാകുന്ന പോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് അത് ശരിയല്ല എന്നവരെ ബോധ്യപ്പെടുത്താനുള്ള നടപടികളും ഉണ്ടാകും. എന്തായാലും അത് ഈ ആഴ്ച കൊണ്ടത് ക്ലിയറാവും എന്നാണ് എന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ എന്നോട് സംസാരിക്കുന്നത്. സഹകരണ വകുപ്പ് മന്ത്രി ബഹുമാനായ ലിജുവുമായിട്ടും ആ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അവരും അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തൊരു കാര്യമാണ്. ഗവൺമെൻറ് ഒന്നേ ഉള്ളൂ, കേരള ഗവൺമെൻറ്. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ആ കണ്ടിന്യൂഷനിൽ പൊളിറ്റിക്കലി ഇമ്പോസിബിളായ കാര്യങ്ങൾ ഒഴികെയുള്ള എല്ലാ കാര്യവും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ, പ്രത്യേകിച്ചും തൊഴിലാളികളുടെ പെൻഷൻ കാര്യത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ആ കരാറിനെ ഞങ്ങൾ മാനിക്കുന്നു, അത് കരാറിലെ മറ്റു പാർട്ടികളും മാനിക്കണം, മീനിങ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും മാനിക്കണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് നമ്മുടെ സൗജന്യമാണ്. സൗജന്യം ജൂൺ 15 എന്നുള്ള കട്ട് ഓഫ് ഡേറ്റ്
അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അനൗൺസ്മെൻ്റ് അല്ല, ഇംപ്ലിമെൻറ്റേഷൻ ഡേറ്റ് കൃത്യമായിട്ടുള്ള വാക്ക് പറയുകയാണെങ്കിൽ നടപ്പിലാവുന്ന ദിവസം നമ്മൾ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ പറഞ്ഞു, സത്യപ്രതിജ്ഞ ചെയ്ത് കൂടിയ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ പറഞ്ഞു. അതുകൊണ്ട് അത് നടപ്പാക്കുക എന്നുള്ളത് ഇനി ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. അതിനുവേണ്ടി KSRTCയുടെ വരവിൽ നിന്നും എടുത്ത് ചിലവാക്കാനുള്ള ആരോഗ്യം KSRTCക്ക് ഇല്ല എന്നതും ജനങ്ങൾക്കൊക്കെ അറിയാം. അത് വലിയ ബാലൻസ് ഷീറ്റ് നോക്കേണ്ട കാര്യമൊന്നുമില്ല, മാധ്യമങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഗവൺമെൻറ് തന്നെ അത് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഫയലുകൾ നീങ്ങുന്നുണ്ട്. ഞാൻ ഇന്ന് ചീഫ് മിനിസ്റ്ററെ സംസാരിച്ചിട്ടില്ല. അദ്ദേഹവുമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണല്ലോ നടപ്പാക്കുന്നത്. ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് അതിന് പൂർണ്ണമായ അദ്ദേഹവുമായിട്ടുള്ള സഹകരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാന ഉപവകുപ്പുകളുണ്ടല്ലോ അതിനകത്ത്, അതായത് ഇപ്പോൾ MVD മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ KSRTC, അതുപോലെ തന്നെ റോഡ് സേഫ്റ്റി അതോറിറ്റി, അവരുമായിട്ടൊക്കെയുള്ള ടോപ്പ് ലെവൽ ഡിസ്കഷൻസ് പൂർത്തിയായി. ഈ ആദ്യത്തെ ആഴ്ച തന്നെ പൂർത്തിയായി. പിന്നെ വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ഒഫീഷ്യൽസുമായിട്ടുള്ള മീറ്റിംഗ് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നടക്കും. അതുകൊണ്ട് എൻ്റെ വകുപ്പിൻ്റെ ആദ്യ ആഴ്ച ആദ്യമായിട്ടാണല്ലോ ഞാൻ മിനിസ്റ്ററൊക്കെ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യ ആഴ്ച തന്നെ സുപ്രധാനമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ കമ്മിറ്റികൾ അത് കൂടിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ 2-3 ഒക്കെ ആയിട്ട് കൂടുകയാണ്. MVD ഇന്നലെ വിശദമായി ഏതാണ്ട് 4 മണിക്കൂർ നീണ്ടു നിന്നൊരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു നിങ്ങൾക്കെല്ലാം താല്പര്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ശബരിമലയുടെ സോൺ അപകടമില്ലാത്ത 0 ഫെറ്റാലിറ്റി സോണായിട്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ചെയ്തിരുന്നു. അപ്പോൾ അതൊന്നും മോശമാണെന്ന് ഞങ്ങളാരും പറയില്ല. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് അവസാനം പറഞ്ഞാൽ പോരാ, ഇന്നലെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇത്രയും നേരത്തെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങാറില്ല. നമ്മൾ ശബരിമലയിലേക്ക് വരുന്ന അധിക വാഹനങ്ങൾ അതൊന്നും ആക്സിഡൻറ്റിൽ പെടാൻ പാടില്ല, അവർക്ക് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ്, കുറേ നല്ല കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് MVD കഴിഞ്ഞ തവണ ചെയ്തത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കുകൾ തുടങ്ങുകയാണ്. പിന്നെ മുൻ ട്രാൻസ്പോർട്ട് മന്ത്രിമാരുമായിട്ട് 1-to-1 ആയിട്ട് അവരെ ചെന്ന് കണ്ട് സംസാരിക്കാനുള്ള എൻ്റെ ഒരു തീരുമാനമെടുത്ത് അവരെ അറിയിച്ചിട്ടുണ്ട്. അവർ സമയം തരുന്ന മുറയ്ക്ക് എല്ലാവരെയും ഇന്നുള്ള എല്ലാ മുൻ ട്രാൻസ്പോർട്ട് മന്ത്രിമാരുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഒരു വാഹന സെൻസസ്, വാഹനങ്ങൾ ഇപ്പോൾ 1,92,00,000 കാണുന്നത്. പക്ഷേ 1,92,00,000 കാണുന്നുണ്ടെങ്കിലും അതിൽ പലതും ഇപ്പോൾ നിരത്തിലില്ല, അല്ലെങ്കിൽ സ്ക്രാപ്പായിട്ട് ഫലത്തിൽ സ്ക്രാപ്പായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ക്രാപ്പാവുക എന്നുള്ളതിനും ഒരു പ്രധാനപ്പെട്ട ഒരു നിയമപരമായ വിഷയമാണത്. ഇപ്പോൾ ഒരു കാറ് മരിക്കുന്നു, അതിനെ സംസ്കരിക്കണ്ടേ? ഇന്നിപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തൊക്കെ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഷിപ്പ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞതുപോലെ വാഹനങ്ങൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതും ഒരു അംഗീകൃത തൊഴിലായിട്ട് കൊണ്ടുവരണം എന്ന ഒരു ചിന്തയുണ്ട്. കാരണം ഒരുപാട് വണ്ടികൾ ഓരോ ഷെഡിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ബ്രേക്ക് ചെയ്ത് പോയാൽ അതിലുള്ള മെറ്റീരിയലുണ്ടല്ലോ, ഇരുമ്പ്, മറ്റുള്ള സാധനങ്ങൾ, മറ്റുള്ള ലോഹങ്ങൾ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിനൊക്കെയുള്ള ടെക്നോളജി ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ടെക്നോളജി വരുത്തണമെങ്കിൽ ഔദ്യോഗികമായിരിക്കണം. ഇപ്പോൾ ഒരു കാറ് വെറുതെ നമുക്ക് തല്ലിപ്പൊളിച്ച് കളയാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ എൻജിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഭംഗിയാക്കാനുള്ള ശാസ്ത്രീയമായ പല മാർഗങ്ങളും ഇപ്പോൾ ഒന്ന് ലോകത്തുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അത് ആദ്യം തന്നെ എത്ര എണ്ണം സ്ക്രാപ്പായിട്ടുണ്ട്, എത്ര എണ്ണം വാഹനമുണ്ട്, ജീവിച്ചിരിപ്പുണ്ട് എന്ന് നോക്കിയപ്പോൾ ഈ പുക പരിശോധനയ്ക്ക് വരുന്നത് 1,10,00,000 ഉള്ളൂ. അപ്പോൾ 1,10,00,000 ലൈവായുള്ളത് എന്ന് ഊഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ഒരു സെൻസസ് നമ്മൾ സ്ലോ ആയിട്ട് 1 ആഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടൊന്നുമല്ല, അതൊരു പ്രോസസ്സായി നമ്മുടെ വെറും ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ഒരു സെൻസസ് എല്ലാ RTOയുടെയും കീഴിൽ, ജോയിൻ്റ് RTOയുടെ കീഴിൽ എത്ര വണ്ടിയുണ്ട്, ആ വണ്ടികളുടെ സ്ഥിതി എന്താണ്,
അത് കുറച്ച് ഉദ്യോഗസ്ഥന്മാരിൽ മാത്രം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ താൽക്കാലികമായിട്ട് 1-2 മാസം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ തീരുമാനങ്ങളെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ശരിക്കും അങ്ങിപ്പോൾ അങ്ങയുടെ വകുപ്പിലുള്ള എല്ലാ കാര്യങ്ങളും ഒരാഴ്ച കൊണ്ട് പഠിക്കുകയാണ്, ഏറെക്കുറെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങ്. അപ്പോൾ ഈ മറ്റ് ഗതാഗത മന്ത്രിമാരെ കാണാൻ പോകുന്നു എന്ന് പറയുന്നത് പോലും ഏറ്റവും നല്ലൊരു ചുവടുവയ്പ്പാണ്. അത് മറ്റ് മന്ത്രിമാരിൽ നിന്ന് നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു ചുവടുവയ്പ്പാണ് അങ്ങയുടേത്. എന്നാൽ പോലും സ്വാഭാവികമായും ഒരു സാധാരണക്കാരായ മലയാളിക്ക് തോന്നുന്നത് ഈ KSRTCയുടെ സൗജന്യ യാത്ര എങ്ങനെയാണ്, ഏത് ബസ്സിലാണ്, 1000 സംശയങ്ങളും ചോദ്യങ്ങളുമാണ് ഇതിലൂടെ. അതേപോലെ തന്നെ എൻ്റെ ഡെസ്കിൽ എല്ലാ ദിവസവും മറ്റ് മന്ത്രിമാരും അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, എത്ര ബസ് ഇറങ്ങുന്നുണ്ട്. ഇന്നലെ 4167 ബസ്സാണ് ഇറങ്ങിയത്. ഇന്നത്തത് നാളെ റിപ്പോർട്ട് വരും. അപ്പോൾ ആ ബസ്സുകളിൽ എത്ര ബസ്സുകളിലാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഏതെല്ലാം രീതിയിലാണ് അത് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ക്യാബിനറ്റ് തീരുമാനിക്കും. അത് KSRTCക്കോ എനിക്കോ തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതിൻ്റെ സാമ്പത്തിക ബാധ്യതയും നമ്മൾ കാര്യം ചെയ്ത് നോമിനലായി ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ദീർഘദൂര വാഹനങ്ങളിൽ മാത്രം കൊടുക്കാമെന്നിരിക്കട്ടെ, ഇൻട്രസ്റ്റേറ്റ് അത് കേൾക്കുമ്പോൾ വലിയ കാര്യമായിരുന്നു, പക്ഷേ കുറച്ച് ആൾക്കേ ബെനിഫിറ്റ് കിട്ടും. ഇപ്പോൾ ഇവിടുന്ന് അന്തർ സംസ്ഥാന വാഹനങ്ങളിലേക്ക് മാത്രം സൗജന്യ യാത്ര അനുവദിച്ചു എന്ന് കേട്ടാൽ നമ്മളെന്തോ വലിയൊരു കാര്യം ചെയ്തു. പക്ഷേ ആകെ യാത്രക്കാരിൽ കുറച്ച് ആൾക്കല്ലേ കിട്ടുള്ളൂ. അങ്ങനെ ആവില്ല. അത് പരമാവധി ആളുകളിലേക്ക് അത് സൗജന്യം എത്തിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ സാധാരണ ഓർഡിനറി ബസ്സിലായിരിക്കും സൗജന്യ യാത്ര. അതിപ്പോൾ എന്നോട് കൂടുതൽ ചോദിക്കരുത്, അത് ഞാൻ പറയാം. അത് മുഖ്യമന്ത്രി തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. കാരണം രാഹുൽ ഗാന്ധിയാണല്ലോ ഇത് ഡിക്ലെയർ ചെയ്തത്, അദ്ദേഹത്തോട് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു വിഷയമല്ലേ. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം വളരെ വർദ്ധിക്കുന്നുണ്ട്. ACCയുടെ തീരുമാനമാണത് ഈ കേരളത്തിൽ ഇത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് ആരായി മിനിസ്റ്റർ നിയോഗിച്ചാൽ എനിക്കല്ലേ അതിൻ്റെ ഉത്തരവാദിത്വം. അത് ഉറപ്പായും. അപ്പോൾ എന്തായാലും ഈ നമ്മുടെ ഈ കണക്കൊക്കെ എടുത്തപ്പോൾ മിനിസ്റ്റർ ഇതിൽ 15 ലക്ഷം സ്ത്രീകൾ ഒരു ദിവസം പ്രതിദിനം KSRTC ആശ്രയിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇനി സൗജന്യ യാത്ര വരുമ്പോൾ കൂടുതൽ പേർ വീണ്ടും KSRTC ആശ്രയിക്കുന്നൊരവസ്ഥ വരില്ലേ? ഈ KSRTC ജീവനക്കാരുടെ ഭാഗത്ത് നിന്നൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധം വരുന്നു. സ്വകാര്യ ബസ്സുകൾ പ്രതിഷേധിക്കുന്നു. സ്വകാര്യ KSRTC ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം വരേണ്ടത് അവർക്ക് ശമ്പളമോ പെൻഷനോ കിട്ടാതിരിക്കുമ്പോഴാണ്. പക്ഷെ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. വീണ്ടും ഒരുവിധം KSRTC ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു തീരുമാനം നടപ്പാക്കുമ്പോൾ വ്യക്തമാക്കാം. പബ്ലിക് ട്രാൻസ്പോർട്ട്, പബ്ലിക് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, പൊതുവിദ്യാഭ്യാസം, പബ്ലിക് ഹെൽത്ത്, ഈ മൂന്നിനും ഏതാണ്ട് തുല്യ പ്രാധാന്യം കൊടുക്കുന്നൊരു ഗവൺമെൻറ്റായത്. അതേസമയം കഴിഞ്ഞ ഗവൺമെൻറ്റിനെ ഞാൻ വിമർശിക്കേണ്ടി വരുമല്ലോ. അപ്പം അതിൽ പൊതുജനാരോഗ്യത്തെ ഇത്രയും അവഗണിച്ചൊരു ഗവൺമെൻറ് ഇല്ല. പക്ഷേ ഇന്നിപ്പോൾ പൊതുജനാരോഗ്യം നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എടുത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ വിദ്യാഭ്യാസം ഞാൻ അവഗണിച്ചു എന്ന് പറയുന്നില്ല. കഴിഞ്ഞ ഗവൺമെൻറ് അവരുടെ നടത്തേണ്ട കാര്യങ്ങളൊക്കെ, പിന്നെ PM ശ്രീ പോലുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലാണ് അന്ന് മന്ത്രിയായിരുന്ന ശിവൻകുട്ടിയെല്ലാം ഒന്ന് വിഷമിച്ചത്. അതർവൈസ് ബാക്കി കാര്യങ്ങളൊക്കെ, പരീക്ഷകൾ, സ്പോർട്സ് ഒക്കെ നടന്ന് പോയിരുന്നു. പൊതുഗതാഗതം വളരെ പ്രയാസത്തിലായിരുന്നു. അതിന് ശമ്പളം കിട്ടാറില്ല, പെൻഷൻ കിട്ടാറില്ല. ഒരിക്കലൊരു വാർത്ത വന്നത് KSRTC ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയെന്നൊരു വാർത്തയായി. അവരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുത്താൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ലോൺ കിട്ടില്ല. അതൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല പൊതുഗതാഗത സമ്പ്രദായത്തെ ഉയർത്തും. അതിൽ ഞങ്ങളിപ്പോൾ ഒരു പ്രയോറിറ്റി മേഖലയായിട്ട് വെച്ചിട്ടുള്ളത് വാട്ടർ ട്രാൻസ്പോർട്ട് വളരെ കുറച്ച് മാത്രമാണിപ്പോൾ ഉള്ളത്. എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പിന്നീട് ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറയാം. അത് ഗണ്യമായിട്ട് ഒരു സ്പേസ് അതിലുണ്ട്. ഇപ്പോൾ മലബാറിൽ വളരെ നാമമാത്രമാണ്. നമ്മുടെ KSRTC മലബാറിൽ കുറവാണ്. അങ്ങനൊരു പ്രോബ്ലം ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുക്കും. അതേപോലെ തന്നെ സ്വകാര്യ ബസ്സുകൾ എന്ന് പറഞ്ഞല്ലോ. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ്, UDFൻ്റെ മാനിഫെസ്റ്റോ 2021 നമ്മൾ എഴുതിയ സമയത്തും സ്റ്റേജ് കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകളെ കയറ്റിക്കൊണ്ടുപോയി ഓരോ പോയിന്റിലും ഇറക്കുന്ന സ്റ്റേജിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് നമ്മളൊരു സബ്സിഡി തന്നെ കഴിഞ്ഞ തവണ കോവിഡ് പശ്ചാത്തലത്തിൽ പറഞ്ഞിരുന്നു.
2021. അപ്പോൾ അവരെ എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, അവരും ബസ് മുതലാളി എന്നാണ് പറയുക. അത് ശരിയാണ് ടെക്നിക്കലി. പക്ഷേ ഒരു 10-50 ലക്ഷം രൂപ കൊടുത്താൽ ഒരു ബസ് കിട്ടും. 50 ലക്ഷം എന്ന് പറയുന്നത് ഒരു വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു തുകയൊന്നുമല്ല. MSMEയിൽ വിടുന്നതല്ലേ. പക്ഷെ ബസ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു അർത്ഥം അതിനുള്ള പോലെയാണ്. അപ്പോൾ സ്വകാര്യ ബസ്, സ്വകാര്യ മുതലാളി, ബസ് മുതലാളി, ഇത്തരം വാക്കുകളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഞാനവരെ പണ്ടും വിളിക്കുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സ്. ഇപ്പോൾ നമ്മളെല്ലാ സ്ഥലത്തും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തല്ലേ. ഇപ്പോഴത്തെ സ്ഥിതി നോക്കിയപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ 30,000-ലധികം ബസ് ഉണ്ടായിരുന്നു ആ മേഖലയിൽ. ഇൻവെസ്റ്റ് ചെയ്തിരുന്നു ആളുകൾ. ഞാനതിനെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അത് 10,000-ൽ താഴെയായി. ഓടുന്ന ബസ്സുകളുടെ 8,000-ആയി. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് താഴെ പോയില്ലേ. നമുക്ക് തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോൾ നമുക്ക് KSRTC ഉണ്ട്. പക്ഷേ വടക്കൻ ജില്ലകളിൽ ചെന്നാൽ KSRTC ഉണ്ടോ? അവരാശ്രയിക്കുന്നത് എന്തിനെയാണ്? പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സ് നടത്തുന്ന ബസ്സുകളെയല്ലേ. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യും. അവർ നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളാണ്. ഒരു ബസ്സിന് 50 ലക്ഷം നമുക്ക് എളുപ്പത്തിന് കൂട്ടിയാൽ 10,000 ബസ്സിന് എത്ര കോടി രൂപയെന്ന് കൂട്ടാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ആയിരക്കണക്കിന് കോടി രൂപ ഒറ്റയ്ക്കല്ലെങ്കിലും അവർ ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ അല്ല, പക്ഷെ വെവ്വേറെയായിട്ട് എൻ്റെ കണക്കനുസരിച്ച് 5,000 കോടി രൂപയിലധികം അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്ററെ വലിയ ആവേശത്തോടു കൂടിയാണ് കേരളത്തിലേക്ക് ആനയിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊരു നിക്ഷേപമല്ലേ, ഇതൊരു വ്യവസായ നിക്ഷേപമല്ലേ, ഇതൊരു വ്യവസായമല്ലേ ട്രാൻസ്പോർട്ട്. ആ വ്യവസായ നിക്ഷേപകരെ അവരർഹിക്കുന്ന ഗൗരവത്തോടുകൂടി കാണും. അത്രയും ഞാൻ ഇപ്പോൾ പറയുള്ളൂ. അല്ലാതെ അവരെന്തോ ഒരു ശല്യം ചെയ്യുന്ന ആൾക്കാരാണ്, KSRTCയെ നശിപ്പിക്കുന്ന അന്തകന്മാരാണ് എന്ന് ഞാൻ കാണുന്നില്ല. ഒപ്പം തന്നെ KSRTC അവരും കാണരുത്. ഇപ്പം ഞാനൊരു സ്ഥലത്ത് ഈ ബസ്സുകൾ കിടക്കുന്ന ഒരു വിഷയം വന്നു. അപ്പോൾ ഒരു അൺവാണ്ടഡ് കോമ്പറ്റീഷൻ, ഞങ്ങൾ ടാക്സ് അടച്ച് പോകുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് KSRTCയുടെ മുമ്പിലേക്ക് ഓടുക, പാർക്ക് ചെയ്യാൻ. മത്സരം ഓട്ടം മാത്രമല്ല, ആളെടുപ്പ്, കുത്തിക്കയറ്റി കൊണ്ടുപോവുക. അങ്ങനെയുള്ളപ്പോൾ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ കിഴക്കേക്കോട്ടയിൽ ഉണ്ടായി. ഈസ്റ്റ് ഫോർട്ടാണല്ലോ അതിൻ്റെ ഒരു കേന്ദ്രബിന്ദു. അപ്പോൾ അതവരും ചെയ്യരുത്. അപ്പോൾ രണ്ടുപേരും പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നവരാണെന്നും രണ്ടുപേരെയും ഗവൺമെൻറ് അവരുടെ രീതിയിൽ കാണും. ഈ പൊതുവെ ഏത് മന്ത്രി വന്നാലും അല്ലെങ്കിൽ ഏത് മന്ത്രിസഭയിലും ഒരിക്കൽ പോലും, കാരണം അവർ എത്ര തന്നെ നയങ്ങൾ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയാലും അത്ര കണ്ട് ഒരു ഫലപ്രാപ്തിയിലോ അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തിക്കാനായി KSRTC വളരെ കഷ്ടപ്പെടുന്ന പല മന്ത്രിമാരെയും അല്ലെങ്കിൽ പല ക്യാബിനറ്റ് മന്ത്രിസഭയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മുൻ സർക്കാരിൻ്റെ കാലത്തൊക്കെ നമ്മൾ പരിശോധിച്ചാൽ. അപ്പോൾ അങ്ങേ സംബന്ധിച്ച് ഗതാഗത വകുപ്പെന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് KSRTCക്ക് ഒന്ന് മുന്നിലോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അങ്ങേ സംബന്ധിച്ചൊരു വലിയൊരു വെല്ലുവിളി തന്നെയില്ല, അല്ലെങ്കിൽ ഒരു ശ്രമകരമായൊരു ദൗത്യം തന്നെയല്ലേ അത്? സാരമില്ല, അത് ഏറ്റെടുക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ KSRTCയിലെ യൂണിയനുകൾ എല്ലാവരും എന്നോട് പറഞ്ഞു, അയ്യോ KSRTCയിൽ ഭയങ്കര യൂണിയനാണ്. അപ്പോൾ ഞാൻ യൂണിയൻ്റെ ആൾ തന്നെയല്ലേ. എൻ്റെ രസം എന്താണെന്ന് പറഞ്ഞാൽ 98-ലും 99-ലാണ് ഞാനും എൻ്റെ സ്നേഹിതനായിട്ടുള്ള അഡ്വക്കേറ്റ് സ്വാതികുമാറും കൂടി എംപാനൽഡ് ഡ്രൈവർമാരുടെ യൂണിയൻ ഉണ്ടാക്കിയത്. അന്നിവിടെ തിരുവനന്തപുരത്ത് ബസ്സോട്ടം നിന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ PK ഗുരുദാസനൊക്കെ ഇടപെട്ടിട്ടാണ് അപ്പം തന്നെ PSC നാളെ എടുത്ത് ആ സമരം പൊളിച്ച്, ഡിമാൻഡ് അംഗീകരിച്ച് സമരം പൊളിച്ചു തോന്നണമല്ലേ. ഞങ്ങൾ ഡിമാൻഡ് അംഗീകരിച്ച് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അവിടെയും എനിക്ക് ഒരു ചെറിയ ഹ്രസ്വകാലത്തൊരു യൂണിയനുണ്ട്. ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ ഇപ്പോഴും യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. പലരും എന്നെ മിനിസ്റ്റർ ആയതുകൊണ്ട് അതിൽ നിന്ന് മാറ്റുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ട്രേഡ് യൂണിയനുകൾക്ക് എൻ്റെ ഓഫീസിൽ എപ്പോഴും വരാം. മിക്കവരും വന്നു, ഞാൻ അവരെ ക്ഷണിക്കുകയാണ് ഇങ്ങോട്ട്. ഇപ്പോൾ നമ്മുടെ സ്റ്റാഫിൽ ഒരാളെ ആ ട്രേഡ് യൂണിയൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട്, അത് മാത്രമല്ല അദ്ദേഹത്തെ കണ്ടാൽ മതി. അവരുടെ കൺസേൺസ്, പൊതുവായ കൺസേൺസ്, അവരുടെ ഇപ്പോൾ എല്ലാ ദിവസവും കോൺഫറൻസൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ അത് അവർക്ക് അവിടെ വരാം. എൻ്റെ ഓഫീസ് ട്രേഡ് യൂണിയനുകൾക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്.
പക്ഷെ ട്രേഡ് യൂണിയൻ റൈവലറി മൂർച്ചപ്പെടുത്തരുത്. അത് അവർക്ക് അവരുടെ ഫീൽഡ് ചെയ്യാം. പൊതുവേ ട്രേഡ് യൂണിയൻ റൈവലറി നല്ലതല്ല. ഒരു വ്യവസായത്തിനോ ട്രേഡ് യൂണിയൻ എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ടല്ലോ. അതൊന്നും ഇപ്പോൾ ഞാൻ താത്വികമായിട്ടൊന്നും പറയുന്നില്ല. ഇപ്പോൾ എല്ലാ യൂണിയനുകളുണ്ട്, എല്ലാ പാർട്ടികൾക്കും യൂണിയനുണ്ട്. പാർട്ടികൾക്കല്ല, മേജർ ദേശീയ ട്രേഡ് യൂണിയനുകൾക്ക് അവിടെ ഉണ്ട്. അവർക്കെല്ലാം എൻ്റെ ഓഫീസിൽ ഫീൽ ഫ്രീ. ഞാനിപ്പോൾ ഇതിൽ കൂടെ പറയുകയാണ്, മാധ്യമത്തിൽ കൂടെ വരാം. അതുപോലെ തന്നെ ട്രേഡ് യൂണിയനുകളുടെ കൺസൾട്ടേഷൻ അത് കുറച്ചും കൂടെ ഫ്രീക്വൻ്റ് ആക്കാം. ഒരു പ്രശ്നം വരുമ്പോൾ വിളിക്കുന്നതിന് പകരം ഒരു റെഗുലറായിട്ട് ട്രേഡ് യൂണിയൻസിനെ കൺസൾട്ട് ചെയ്യുക, ഒറ്റയ്ക്കോ കൂട്ടായിട്ടോ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ അതിനകത്തുള്ള ലേബർ റിലേഷൻസ്, നമ്മുടെ KSRTCയിലെ ലേബർ റിലേഷൻസ്, മാതൃകാപരം എന്ന വാക്കൊന്നും ഞാൻ ഉപയോഗിക്കണില്ല. ലോകോത്തരം, മാതൃകാപരം, അത്യുത്തമം എന്നൊക്കെയുള്ള അതിശയോക്തികളായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഭാരം. അങ്ങനെ ഒരു ഭാരവും ഞാൻ ചുമക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സാധാരണ സ്ഥാപനമായിട്ട് KSRTCയെ കൊണ്ടുപോവുക. പക്ഷെ അതിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് മാതൃകയാവണം പൊതുമേഖലാ സ്ഥാപനം, ചീത്ത മാതൃകയാവരുത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, KSRTCയിൽ അവിടെ എപ്പോഴും യൂണിയൻ ലീഡേഴ്സിനെ കാണുന്നുണ്ട് എന്ന് ഒരു സ്വകാര്യ കമ്പനിയിലെ യൂണിയന് പറയാൻ കഴിയണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സ്വകാര്യ ബസ്സുകളുടെ കാര്യം പറഞ്ഞു. അവരും യൂണിയനുകളോട് അവജ്ഞ കാണിക്കരുത്. നമ്മളോട് പല കാര്യം വരുമെന്ന് പറയും. അവരുടെ ബസ്സിൽ അല്ലെങ്കിൽ അവരുടെ 5-6 ബസ്സുള്ളൊരു സ്ഥലത്ത് ഇവിടെ യൂണിയനൊന്നും പറ്റില്ല, അതും പറയാൻ പാടില്ല. നമുക്ക് യൂണിയൻസ് വേണം. യൂണിയൻസ്, ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അവകാശമാണ്. അവരുടെ കൂട്ടായ വിലപേശലിൻ്റെ ഉപകരണമാണ്. ഞാൻ ഹിന്ദു മസ്ദൂർ സഭ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനുകൾ ഒന്നാണല്ലോ HMS, ഹിന്ദു മസ്ദൂർ സഭ, സോഷ്യലിസ്റ്റ് ട്രേഡ് യൂണിയൻ. ജയപ്രകാശ് നാരായൺ ഉണ്ടാക്കി. അതിൻ്റെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം കൂടുതലല്ലേ. ഇവിടെ ഞാൻ യൂണിയനുകളോട് മോശമായിട്ട് പെരുമാറുന്നു അങ്ങനെ അറിഞ്ഞാൽ അവരെന്നെ നിലത്ത് നിർത്തുമോ? അപ്പോൾ ഞാനൊരു യൂണിയൻ പ്രവർത്തകൻ എന്ന രീതിയിൽ കൂടി യൂണിയനുകളോട് വളരെ കൺസിഡറേറ്റാണ്. പക്ഷേ അവർ തമ്മിലുള്ള റൈവലറി പരമാവധി കുറയ്ക്കണം. ഇപ്പോൾ നമ്മുടെ ഏറ്റവും മാതൃകാപരമായിട്ട് യൂണിയൻ പ്രവർത്തനം നടക്കുന്നത് ചുമട്ടുരംഗത്താണ്. ഏറ്റവും വലിയ സംഘർഷം നടന്നിരുന്നതും ഒരു കാലത്ത് 80കളിൽ 70കളിലൊക്കെ കൊലപാതകങ്ങൾ വരെ നടന്നിട്ടുണ്ട്. ഇന്ന് ചുമട്ടുതൊഴിലാളി യൂണിയനുകൾ ഒരേ പന്തലല്ലേ ഇരിക്കുന്നത്, നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോൾ ഞാനീയിടെ ഗവൺമെൻറ് ലോ കോളേജിൽ പോയി. അവിടെ വലിയ വിദ്യാസമ്പന്നരായ കുട്ടികളല്ലേ പഠിക്കുന്നത്, എല്ലാ പാർട്ടിയിൽപ്പെട്ടവർ. നല്ല സംഘർഷമാണ്, ഭയങ്കര ബാഡ് ബ്ലഡ്, നല്ല റിലേഷനല്ല. ഇറങ്ങി വന്നപ്പോൾ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടു. അത് INTUCയും CATUവും BMS ഒക്കെ അവർ ഒരുമിച്ചാണ്. ഈ ജഗതി ജംഗ്ഷനിൽ കണ്ടിട്ടില്ലേ? അതെ, 3 പേര് ഒരുമിച്ചല്ലേ? അതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? ഇത് കോളേജുകളിലാണ് ആദ്യം നടപ്പാക്കേണ്ടത്. SFIയും KSU ഒക്കെ ഒരുമിച്ചിരുന്നൂടെ? ഞങ്ങൾക്കൊരു കോളേജുണ്ട്, അവിടെ നിന്ന് വിദ്യാർത്ഥി സംഘടനക്കാർ വന്നിരുന്നു. നമ്മുടെ ശ്രീചിത്ര എഞ്ചിനീയറിംഗ് കോളേജ്, നല്ല എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പോൾ ആ കുട്ടികളോട് ഞാൻ പറഞ്ഞു, ഒരുമിച്ചിരിക്കും, നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് വിദ്യാർത്ഥികളുടെ കാര്യം പറയും. ഞാൻ പഴയൊരു വിദ്യാർത്ഥി നേതാവും കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു നല്ല കൾച്ചറിൽ പോവുക. സംഘടനകൾ ആവശ്യമാണ്. KSRTCയെ കുറിച്ച് നമ്മൾ എല്ലാ കാലവും കേൾക്കുന്നത് മിനിസ്റ്റർക്ക് അറിയാമല്ലോ, ഈ KSRTCയിലെ തൊഴിലാളി സംഘടനകളാണ്, ട്രേഡ് യൂണിയനാണ് ഒരു പരിധിവരെ KSRTCയെ ഇങ്ങനെ ഈ ഒരു ലെവലില്ല. കാരണം എന്ത് പരിഷ്കാരങ്ങൾ നടപ്പാക്കിയാലും അത് നടപ്പാക്കാൻ, പ്രാവർത്തികമാക്കാൻ അനുവദിക്കാത്ത ഒരു വിഭാഗം തൊഴിലാളി സംഘടന യൂണിയൻ നേതാക്കളാണ് എന്ന രീതിയിലൊരു ആക്ഷേപം എല്ലാ കാലവും KSRTC യൂണിയനുകൾക്ക്. അതൊന്നും ഞാനിപ്പോൾ ഒന്നും ഗൗരവത്തിലെടുക്കുന്നില്ല. മീൻസ് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല എന്നല്ല. അവർ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അവരോട് സംസാരിച്ച് അവരെ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറുള്ള ഒരാളാണ് ഞാനെന്ന ബോധ്യമാണ് ഞാനിപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നോ പ്രോബ്ലം, ആർക്കും എപ്പോൾ വേണമെങ്കിൽ വരാം. ഇന്ന് കാലത്തൂടെ വന്നൊരു അനുഭവം പറയാം. അതൊരു വിമർശനവും കൂടിയാണ്. KSRTCയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അപകടം പറ്റി മരിച്ചു എത്രയോ ആളുകൾ അല്ലേ? 10 വർഷമായിട്ട് ആശ്രിത നിയമനം കൊടുത്തിട്ടില്ല. കരഞ്ഞുകൊണ്ടാണ് ഇന്ന് കാലത്ത് 7 മണിക്ക് വരുമ്പോൾ. മാധ്യമങ്ങളും അത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അതിലൊരു കുട്ടി, കരമനയിലുള്ള കുട്ടി, ആ പടം എന്നെ എടുത്ത് കാണിച്ചു.
ആ കുട്ടി അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ കൊണ്ട് നടക്കുക പടം. ഭയാനകമായൊരു അപകടമാണ്. ആ കുട്ടിയുടെ അച്ഛൻ മരിച്ച രംഗം. ഞാൻ നടുങ്ങിപ്പോയി. ഓൺ ദ സ്പോട്ട് മരിച്ചൊരു ഡ്രൈവറാണ്. അപ്പോൾ അവർ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ പെട്രോൾ പമ്പിൽ ചെയ്യുന്ന ജോലിയാണ്. അതും വേണ്ടത്ര കൂലി അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് യൂണിയനുകൾ നേരത്തെ ടേക്കപ്പ് ചെയ്യും. മിനിസ്ട്രി എന്തുകൊണ്ടാണ് പിണറായി ഗവൺമെൻറ് അത് ചെയ്യാതെന്ന് എനിക്ക് അതിശയം. അവരെ നമ്മൾ ഉടനെ തന്നെ ഞാൻ അവർക്ക് പെർമനൻറ്റ് അപ്പോയിൻമെൻറ്റ് കൊടുത്തു എന്ന് ഞാനിപ്പോൾ ഇവിടെ പറയല്ല. അവർ പറഞ്ഞൊരു വിഷയം അവരെ കേൾക്കുന്നില്ല ആരും. കാരണം അവർ എവിടെയില്ല. അതെനിക്കിന്ന് കാലത്തുണ്ടായൊരു ഷോക്കാണ്. ഒരു മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്കല്ല, ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ യൂണിയൻസ് എന്താ ശ്രദ്ധിക്കാത്തത്? അപ്പോൾ ഭർത്താവ് മരിച്ച ഭാര്യമാർ ഈ വീട്ടിൽ വന്നു, ഇവിടെ വന്നു 7 മണിക്കൂടെ എത്തി. അപ്പോൾ അവരെനിക്ക് ഒരു തമാശയും കൂടെ പറഞ്ഞു. അവരെങ്ങനെയോ എൻ്റെ ഫോൺ നമ്പർ എടുത്ത് എന്നെ വിളിച്ചു. ഞാൻ 7 മണിക്ക് തന്നെ ഇപ്പോൾ ഫോൺ എടുക്കുന്നുണ്ട്. പണ്ടത്ര കൃത്യമല്ലാന്നറിയാമല്ലോ നമ്മൾ തമ്മിൽ. അതിൻ്റെ പേരിലൊക്കെ ചെറുതായിട്ട് പിണങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ഉത്തരവാദിത്വം കൂടിയതുകൊണ്ട് 7 മണിക്ക് തന്നെ ഫോൺ എടുക്കാൻ തുടങ്ങുന്നുണ്ട്. എടുത്തപ്പോൾ അവർ തമ്മിൽ പറഞ്ഞു അത് മന്ത്രിയൊന്നും ആയിരിക്കും, നമ്മളെ പറ്റിച്ചായിരിക്കും. കാരണം അവരുടെ ഒരു രീതിയാണ്. നമ്മൾ 6 മണിക്ക് 5:45 ഫോൺ എടുക്കുന്ന ഉമ്മൻചാണ്ടിയെ കണ്ട് വളർന്നവരല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 7 മണിക്കൊന്നും മന്ത്രിയൊന്നും ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇത് വേറെ ഫേക്ക് നമ്പറായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അവർ വന്നു. അവരോട് നിൽക്കാൻ നല്ല രീതിയിൽ പെരുമാറിയപ്പോൾ തന്നെ അവർക്ക് കുറേ ആശ്വാസം കിട്ടി കാണും. അതുപോരല്ലോ, അദ്ദേഹം ചെയ്യണ്ടേ. അപ്പോൾ തന്നെ MD യെ വിളിച്ച് അവർക്ക് MDക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, നിങ്ങളെ അറിയിക്കുക. അപകടത്തിൽ മരിച്ച ജീവനക്കാരാണ് KSRTCയിൽ. അതേപോലെ തന്നെ ഒരു ലേഡി ഇവിടെ പറഞ്ഞത്, കുറേ ആളുകൾ ഒരുമിച്ച് വന്നു. അവരുടെ ഭർത്താവ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു, മരിച്ചുപോയി. ആ സ്ത്രീയും ഈ പെട്രോൾ അടിക്കുന്ന ജോലി ചേർന്ന മോശമായിട്ടല്ല. അപ്പോൾ അവർക്ക് അർഹമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പോൾ ട്രേഡ് യൂണിയൻ പറഞ്ഞത് ചെയ്യുന്നല്ല, ഞാൻ അറിഞ്ഞതും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കണ്ടാൽ അനുഭാവപൂർണ്ണം അത് പരിഹരിക്കാൻ ശ്രമിക്കും. ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അല്ലെങ്കിൽ നമ്മൾ എന്തിനായിരിക്കുന്നത്? പുതിയ പരിഷ്കാരങ്ങൾ KSRTCയിൽ നടപ്പാക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഔട്ട് ഓഫ് ദ ബോക്സ് കുറേ കാര്യങ്ങൾ ചെയ്യണം. കാരണം എന്തായാലും അതിനെ ലാഭത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇത് നമുക്ക് ഈ ഗവൺമെൻറ്റിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഫുൾ ടൈം ഇരിക്കുമ്പോൾ KSRTC ലാഭകരമാക്കണം. KSRTCയുടെ ഒരു ഡിവിഡൻഡ് കൊടുത്തിട്ട് പോകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. മുഖ്യമന്ത്രിക്ക് സിയാലൊക്കെ കൊടുക്കുന്ന പോലെ KSRTC നടത്തിയിട്ട് ഇത്ര ലാഭം കിട്ടി. അതൊരു ചരിത്രമായിരിക്കും. ആ ചരിത്രത്തിന് വേണ്ടി ഞാൻ ശ്രമിക്കുന്നത്. 4167 ബസ് ഇന്നലെ ഓടിച്ചു. 1.5 ലക്ഷം കിലോമീറ്ററൊക്കെയാണ് ഓടുന്നത്. എന്നിട്ട് നമുക്ക് ലാഭമില്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? 2 ബസ് ഓടിക്കുന്നവർക്ക് ലാഭമില്ലേ? 1 ബസ് ഓടിക്കുന്ന ആൾക്ക് ചെറിയ ലാഭമില്ലേ? അല്ലേ? അപ്പോൾ അതിൻ്റെ 4000 ഇരട്ടി ലാഭം നമുക്ക് വരണ്ടേ? 1 ബസ് ഓടിക്കുന്ന ആൾക്ക് ഒരു ദിവസം 100 രൂപ ലാഭമുണ്ടെങ്കിൽ 4000 ബസ് ഓടിക്കുന്ന ആൾക്ക് എത്ര എന്നുള്ളത് 5ാം ക്ലാസ്സിലെ കണക്കല്ലേ? അപ്പോൾ ഈ ലാഭമൊക്കെ ഏത് വഴിയിൽ കൂടെയാകും ഈ ലാഭം പോകുന്നതെന്ന് ചർച്ച ചെയ്യുന്നില്ല. 1 ബസ് ഓടിക്കുന്ന ആൾക്ക് ലാഭമുണ്ടെങ്കിൽ 4000 ബസ് ഓടിക്കുന്ന ആൾക്കും 4000 ഇരട്ടി ലാഭം ഉണ്ടാവണം. മിനിമം 4 ലക്ഷം രൂപ ലാഭം ഉണ്ടാവണം. 1 ബസ്സിന് 100 രൂപ വെച്ചിട്ട്. അല്ല, അങ്ങ് 5 വർഷം കഴിഞ്ഞ് ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നൊരു സമയം വരികയാണെങ്കിൽ അങ്ങ് എന്തായാലും അതിൽ KSRTCയുടെ ഡിവിഡൻഡ് സർക്കാരിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അത് നല്ലൊരു അതാണ് എൻ്റെ ടാർഗറ്റ്. അതെ, അങ്ങയുടെ ടാർഗറ്റ്. KSRTCയുടെ ലാഭവിഹിതം ഗവൺമെൻറ്റിന് കൊടുത്തിട്ട് പോകണമെന്നാണ് ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അത് അങ്ങയുടെ ടാർഗറ്റിനെ കുറിച്ച് അങ്ങ് പറയുമ്പോൾ തന്നെ കേൾക്കുന്ന നാട്ടുകാർക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഇടുന്നൊരു ചോദ്യം, ഈ സൗജന്യ യാത്രയും കൂടി നടപ്പാക്കി ഇത് എങ്ങനെ മാനേജ് ചെയ്യാൻ KSRTCക്ക് കഴിയുമെന്നൊരു ചോദ്യം സ്വാഭാവികമായും വരുമല്ലോ. അത് ഈ സൗജന്യം എന്ന് പറയുന്നത് അതൊരു ഔദാര്യമല്ല. അത് നമ്മൾ കൊടുക്കുന്ന ഒരു വലിയ കാണിക്കുന്ന വലിയ ഗെസ്റ്ററാണ്, അല്ലേ? അപ്പോൾ ഞാൻ പറയണ്ടല്ലോ, വനിതകളോട് കാണിക്കുന്ന വലിയൊരു ഔദാര്യമല്ല, അത് അവരുടെ റൈറ്റാണ്. ഇപ്പോൾ നമ്മൾ ഈ ഗവൺമെൻറ് നോക്കുമ്പോൾ ഇതൊരു ഈ കഴിഞ്ഞ ഒരാഴ്ച കേരളത്തിലെ വനിതകളെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും ഞാനും കൂടെ ഉൾപ്പെട്ട ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുന്നതൊരു മോശമാണ്, വേറെ ആളാണ് പറയേണ്ടത്. പക്ഷെ ഗോൾഡൻ വീക്കായിരുന്നു, സുവർണവാരമായിരുന്നു.
27,000 ആശമാർ, 10,000 കണക്കിന് അംഗൻവാടി ഹെൽപ്പേഴ്സ്, അതേപോലെ തന്നെ പാചക തൊഴിലാളി, അല്ലേ? 1,00,000-ലധികം വന്നില്ലേ? അപ്പോൾ 1,00,000 സ്ത്രീകൾക്ക് നേരിട്ട് ശമ്പളം കൂട്ടി. അവരൊന്നും ഒരു മെമ്മോറണ്ടം പോലും തന്നിട്ടില്ലേ ഈ ഗവൺമെൻറ്റിന്. ഞങ്ങൾ സത്യാഗ്രഹത്തിന് വന്ന് പറഞ്ഞ കാര്യമാണ്. അവർക്ക് പുതിയ നിങ്ങൾ മെമ്മോറണ്ടം തരൂ, പരിശോധിക്കാം എന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ പറഞ്ഞു, നിങ്ങൾ തന്നെ 15 ലക്ഷം എന്ന് പറഞ്ഞു, അല്ലേ? 15 ലക്ഷം വനിതകൾക്ക് കൺസെഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വലിയ സുവർണ്ണ കാലമാണ്, ഒരു സുവർണ്ണ വാരമായിരുന്നു ഇത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഗവൺമെൻറ്റിനെ ജനങ്ങൾ സഹായിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ചില വ്യക്തികൾ വീട് പണിത് കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ പാർട്ടികൾ ഇത് പണിത് കൊടുക്കുന്നുണ്ട്, പക്ഷേ ചില വ്യക്തികൾ ആളുകൾക്ക് വീട് പണിത് കൊടുക്കുന്നുണ്ട്. അവർ പണിയാൻ തുടങ്ങിയപ്പോഴുള്ള കഥകൾ എനിക്ക് അവരെല്ലാവരെയും ഒന്നും അറിയില്ല. അവർ പറയുന്നത് അവർ 2-3 വീട് പണിത് കൊടുത്തപ്പോൾ പിന്നെ ആളുകൾ വരിക അത്രേ, ഇതൊന്ന് ഞാൻ കുറച്ച് പൈസ തരാം എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട്, ഒരു ഇന്നത്തെ നിലയ്ക്ക് ഒരു കുറച്ച് ലാക്സ് വേണമല്ലോ, നിങ്ങളതൊന്ന് ഒരു നല്ലൊരാളെ കണ്ടുപിടിച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടെ വ്യക്തികൾക്ക് പോലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഗുഡ് സാമരിറ്റൻ എന്ന് പറഞ്ഞ പോലെ, അല്ലേ? വ്യക്തികളാണല്ലോ ഗുഡ് സാമരിറ്റൻ ആവുന്നത്, സ്റ്റേറ്റ് അല്ല. വ്യക്തിയാണ് ഈ റോഡിൽ അടി കൊണ്ട് വീണ് കിടന്ന ആളെ സഹായിച്ചത്. അതുകൊണ്ടാണല്ലോ ഗുഡ് സാമരിറ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വ്യക്തികളെ പോലും സഹായിക്കുന്ന സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ KSRTC ഒരു നല്ല കാര്യം ചെയ്താൽ നമ്മളെ സഹായിക്കില്ലേ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരാൾ പിന്നെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ KSRTC ഒന്നുമില്ല, ഒരു ബസ് ഞങ്ങൾ വാങ്ങിച്ചു തന്നാലോ? അപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു, കൊള്ളാലോ ഐഡിയ. ഇപ്പോൾ എത്രയോ ആളുകൾ പിന്നെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുന്നല്ലേ? ഒരു ചെറിയ വീടുണ്ടാക്കാൻ 10 ലക്ഷം ഉറുപ്പ്യ വേണം, എന്നാൽ ഒരു ബസ് വാങ്ങിയാൽ 40 ലക്ഷം ഉറുപ്പ്യ മതി. 1-2 ആൾക്കാർ കൂടി ഒരു ബസ് വാങ്ങിച്ചു തന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ആലോചിക്കണം. നമ്മുടെ വിദേശത്തുള്ളവരെന്ന് വെറുതെ പറയല്ല, സ്വദേശത്തുള്ളവരായാലും നാട്ടുകാരായാലും ബസ് വാങ്ങിക്കുന്നതാണല്ലോ വലിയൊരു എക്സ്പെൻഡിച്ചർ. തുറന്ന് ഞാൻ പറയാം, കുറച്ച് ബസ്സുകളൊക്കെ പഴയതാണ്. 1,500 ബസ്സുകൾ നല്ല വയോജന രംഗത്ത് പെൻഷൻ പറ്റേണ്ട ആളുകളാണ്. പക്ഷേ അതിൻ്റെ കൃത്യമായ കണക്കൊന്നും ഞാൻ പറയുന്നത് ശരിയല്ല. എന്തായാലും അപ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ടുവരണം. അപ്പോൾ അത് മാറ്റിക്കൊണ്ടുവരുന്നതിന് നമ്മുടെ മുമ്പുള്ള മാർഗം ലോൺ എടുക്കുക, അങ്ങനെയൊക്കെയാണ്, അല്ലേ? അങ്ങനെ അല്ലാത്ത മാർഗം ഉണ്ടെങ്കിൽ അത് നോക്കാം, ഒക്കെ പരിശോധിക്കാം. അപ്പോൾ ഒരു സാമ്പത്തിക വിദഗ്ധനായ CP ജോണിന് അതിൻ്റെ ഒരു മാർഗ്ഗങ്ങളൊന്നും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ കൃത്യമായ എളുപ്പമല്ല. എന്തായാലും അങ്ങേക്ക് ആ സാമ്പത്തിക കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇരിക്കാൻ നല്ല എളുപ്പമായിരുന്നു. അത്ര എളുപ്പമല്ല. അതെ, ഗാലറി എന്ന് പറയുന്നത് പോലെ അല്ല, ഗാലറി എന്ന് പറയുന്ന പോലെയോ സെമിനാർ ഹാൾ എന്ന് പറയുന്ന പോലെയോ അല്ല. അവിടെയൊക്കെ നമുക്ക് രൂക്ഷമായിട്ട് പറയാം. ഇവിടെ ഗ്രൗണ്ടിൽ കാര്യങ്ങൾ ചെയ്യണ്ടേ? അവസാനം ഒരു ചോദ്യം വ്യക്തിപരമാണ്. CP ജോൺ എന്ന രാഷ്ട്രീയ നേതാവ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിലൊരു മന്ത്രിയായി എല്ലാവരും കാണാൻ ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു MLA എങ്കിലും ആകാൻ എല്ലാവരും ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ വളരെ വൈകി. അങ്ങനെ സംബന്ധിച്ച് അങ്ങയുടെ ഒരു പൊളിറ്റിക്കൽ കരിയർ നോക്കിയാൽ അതെ, ഈ വന്ന ഈ MLA ജനപ്രതിനിധിയായി ആദ്യമായി നിയമസഭയിൽ വരുന്നതും മന്ത്രിയായി ഒരു സുപ്രധാന പദവിയിൽ അങ്ങ് വരുന്നതും തിരുവനന്തപുരത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ ഒരു മുഖമായൊക്കെ മാറുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ടേണിംഗ് പോയിന്റിനെ അങ്ങ് വ്യക്തിപരമായി എങ്ങനെയാണ്? വ്യക്തിപരമായിട്ടത് പറഞ്ഞ ആളുകളത് ഞാൻ നുണ പറയാമെന്ന് വിചാരിക്കുകയുള്ളൂ. ഒന്നും സംഭവിച്ചായി തോന്നണില്ല. CP ജോൺ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇന്നും. ആസ് ഇറ്റ് വാസ്. വളരെ ടെൻഷനുണ്ട്, കുറച്ച് ഉണ്ടാവുമല്ലോ. കാരണം ഈ 2 വിഷയങ്ങളാണ്. ഒന്ന് പെൻഷൻ, ശമ്പളം, ഗ്യാരണ്ടി. ഈ 3 കാര്യങ്ങളിലൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. വേറെ ചെറിയ ഞാൻ താരതമ്യം ചെയ്യല്ല, മറ്റു പല വകുപ്പുകളാണെങ്കിൽ അങ്ങനെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള വകുപ്പുകളും ഉണ്ടല്ലോ. അപ്പോൾ ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വിഷമം ഉണ്ടല്ലേ? അല്ല, അങ്ങനെയില്ല. നമ്മുടെ അത് എൻ്റെ തലയ്ക്ക് പിടിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ആയെന്ന് എനിക്കൊന്നും അങ്ങനൊരു ഭാരം തോന്നണില്ല. എനിക്ക് ആകെ കൂടി അങ്ങനെ തോന്നിയത് വളരെ ചെറുപ്പത്തിൽ ഞാൻ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട്
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സണ്ണി ജോസഫ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ രണ്ടാളും തൊട്ടടുത്ത മുറികളിൽ താമസിച്ചവരാണ് ഒരേ ലോഡ്ജിൽ. എനിക്കൊരു ഇതുണ്ടായിരുന്നു, കാരണം നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള. ഈവൻ പ്ലാനിംഗ് ബോർഡിൽ വന്നപ്പോഴും അപരിചിതമായൊരു ടെറൈനായിരുന്നു. ഗവൺമെൻറ് ഫയലുകളും സെമിനാറുകളും ഹൈ എൻഡായിട്ടുള്ള ഡിബേറ്റുകളൊക്കെ. പക്ഷേ പ്ലാനിംഗ് ബോർഡിലിരുന്ന പരിചയം എനിക്ക് രണ്ടിടത്തും ഇരുന്ന, യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലും പ്ലാനിംഗ് ബോർഡിലും. പ്ലാനിംഗ് ബോർഡിൽ 10 കൊല്ലം ഇരുന്നല്ലോ, അറിയാമല്ലോ നമ്മൾ. ആ പരിചയം എനിക്ക് തുണയാണ്. കാരണം മിക്കവാറും വകുപ്പുകളെക്കുറിച്ച് ധാരണയുണ്ട്. പക്ഷെ അവിടെ ഉള്ളപ്പോൾ ഞാൻ KSRTCയുടെ ചുമതല എടുത്തിട്ടില്ല ഒരിക്കലും. എടുക്കാമായിരുന്നു. KSRTCയുടെ ഞാൻ KSEBയുടെ നോക്കിയത്ര പോലും അവിടെ ഇരുന്നു കൊണ്ട് KSRTC പഠിച്ചിട്ടില്ല. എന്നാലും അവിടെ നടക്കുന്ന ചർച്ചകളിൽ KSRTC വരുമല്ലോ. പ്ലാനിംഗ് ബോർഡിൽ ഒരു പ്രധാന അജണ്ടയാണല്ലോ KSRTC. അതിൻ്റെ ഒരു ആനുകൂല്യം എനിക്ക് ഇപ്പോൾ കിട്ടിയതായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് മീറ്റിങ്ങുകളെടുക്കുക, ആൾ സംസാരിക്കുക. ഇപ്പോൾ DGP മുതലുള്ള ആളുകൾ നമ്മുടെ ഈ വകുപ്പിലുണ്ടല്ലോ. ഇതിൻ്റെ നമ്മുടെ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ചീഫ് എന്ന് പറയുന്ന ഒരു വളരെ സീനിയർ DGPയാണ്. വലിയ വലിയ കേസുകൾ കൈകാര്യം ചെയ്തു യോഗേഷ് ഗുപ്ത. അവരൊക്കെ അവർ മുതൽ സാധാരണക്കാരായ ആളുകൾ വരെ ഈ വകുപ്പിൽ മന്ത്രിയുമായി ഇടപെടേണ്ട ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊരു ചാലഞ്ചിങ് ആണ്. പിന്നെ അവരായിട്ടൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്, പണ്ട് തൊട്ടേ അറിയാവുന്നതുകൊണ്ട് എനിക്ക് വലിയ ഒന്നും സംഭവിച്ചായിട്ട് തോന്നുന്നില്ല. അത് ഗുണമാണോ ദോഷമാണോ എന്നറിയില്ല. എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ അങ്ങയുടെ ടാർഗറ്റ് എന്താണ് അതുപോലെ തന്നെ സംഭവിക്കട്ടെ. 5 കൊല്ലം കഴിഞ്ഞ് അങ്ങ് പടിയിറങ്ങുന്നൊരു അവസരമുണ്ടാകുമ്പോൾ KSRTCയുടെ ഒരു ഡിവിഡൻഡ് വിഹിതം, ലാഭവിഹിതം സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. എന്തായാലും വലിയൊരു ടാർഗറ്റ് ഞാൻ അമൃതയോട് പറഞ്ഞത്, എന്തായാലും അതൊരു പറഞ്ഞുപോയി. ഇനിയിപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കാം. താങ്ക് യു സർ. അമൃതാനന്ദമ്മയുടെ ആശ്രമത്തിൽ നിന്ന് ഡോക്ടർ ജുഗുസ്വാമി എല്ലാം എന്നെ വന്ന് കണ്ടിരുന്നു. എനിക്ക് വളരെയധികം നന്ദിയുണ്ട് അവർ വന്നതിൽ. ഞാൻ അങ്ങോട്ട് പോയി കാണേണ്ടതാണ്. എന്തായാലും അമൃത ആശ്രമത്തിൻ്റെയും അമൃത TVയുടെയും ഒക്കെ പിന്തുണ പ്രത്യേകമായിട്ട് എനിക്കുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവരുമായിട്ട് എപ്പോഴും നല്ല ബന്ധത്തിലുള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ സഹായിക്കണം, വിമർശിക്കുകയും വേണം, നല്ല പോസിറ്റീവായിട്ട് വിമർശിക്കണം. അതുകൊണ്ട് അമൃത TVക്കും അമൃതാനന്ദമയി ദേവിയുടെ ആശ്രമത്തിനുമെല്ലാം പ്രത്യേകിച്ച് നന്ദി പറയും.